വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ് അവേഴ്സ്. വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. കേസിലെ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബാലഗോപാൽ, വളരെ സുപ്രധാനമായ തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്ത വിഷയം കൂടിയാണ് ഇത്. എന്താണ് കോടതി പറയുന്നത്? വളരെ രാഷ്ട്രീയ വിവാദം മാത്രമല്ല, ഈ വലിയ തോതിൽ നിയമവൃത്തങ്ങളിൽ വളരെയധികം സജീവ ചർച്ച വിഷയത്തിലാണ് സുപ്രീം കോടതി ഇന്ന് സുപ്രധാനമായ ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ തനിക്കെതിരെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം തൻ്റെ ഭാഗം ഈ അന്വേഷണ സമിതി കാര്യമായ തോതിൽ കേട്ടിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ വാദം അംഗീകരിക്കുവാൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരിക്കൽ അന്വേഷണ സമിതിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിൽ പങ്കെടുത്തതിന് ശേഷം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ആ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ നിലപാടിനെയും സുപ്രീം കോടതി നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് അക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന തുടർ നടപടികൾക്കായി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൈമാറിയിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ നിലപാടും സുപ്രീം കോടതി ഇന്ന് നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ രാഷ്ട്രപതിക്ക് തുടർ നടപടികൾക്കായി അയച്ച നടപടി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ നടപടിയെ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നേരത്തെ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് സുപ്രീം കോടതിയിലെ ഈ കേസും മറ്റും വന്നിരുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി തള്ളുകയും ഇതുവരെ നടന്നിരുന്ന സംഭവങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ശരിവയ്ക്കുകയും ഈ അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്ക് അയച്ച നടപടി ശരിവയ്ക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്ര സർക്കാരിന് ഇനി മുന്നോട്ട് പോകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിലും അവതരിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ ഇനി കടന്നേക്കുമെന്നതാണ് ഇന്നത്തെ ഈ സുപ്രീം കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും യശ്വന്ത് വർമ്മയെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയാകുന്ന തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ സംശയമുനയിലാക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അത് ക്ലിയർ ചെയ്യേണ്ടത്, അതിലെ തെറ്റുകുറ്റങ്ങൾ കൃത്യമായി കണ്ടെത്തി നടപടികൾ എടുക്കേണ്ടത് നമ്മുടെ സുപ്രീം കോടതി അടക്കമുള്ളതിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് അത് സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.